സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് തുടരും. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് 11 മണിക്ക് ചേരും. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ സ്വീകരിക്കേണ്ട അടിയന്തര മുൻകരുതലുകൾക്കും യോഗം രൂപം നൽകും. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷി, ഗുഡ് മോർണിംഗ്. കൊല്ലുന്ന ചൂടാണ്, അതീവ ജാഗ്രത വേണ്ട സമയമാണ്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേരാൻ പോകുന്നത്. യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട അതെങ്ങനെയായിരിക്കും റോഷി? ആര്യശ്രുതി, ഉഷ്ണതരംഗം അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചത്. ഇന്ന് ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്ന യോഗത്തിൽ വളരെ വിശദമായി ഇതെങ്ങനെ മറികടക്കാൻ കഴിയും, പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുക. കാരണം ഉഷ്ണതരംഗം ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലാണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. ഈ അപകടങ്ങൾ അത് ഗുരുതര പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടാക്കും. കാരണം പകൽ സമയം ഒട്ടും ജോലി ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യവും മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും അപകടങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഒട്ടേറെ പേർക്ക് സൂര്യതാപം ഏൽക്കുന്നുണ്ട്. അപകടങ്ങൾ സംഭവിക്കുന്നതിനൊപ്പം ഈ മരണം പോലും സംഭവിക്കുന്നു സൂര്യതാപത്തെ തുടർന്നു എന്നതാണ് ഇങ്ങനെ ഒരു യോഗം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകും, സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഒരു കോവിഡിന് സമാനമായ രീതിയിൽ എല്ലാവരും സെൽഫ് ലോക്ക്ഡൌൺ കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത്. കാരണം പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോഴും ചിലയിടങ്ങളിൽ ജോലിക്ക് ആളുകൾ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ആ സാഹചര്യത്തിൽ ഇനി എന്ത് തരത്തിലുള്ള പ്രതിരോധ നടപടികളാണ് സംസ്ഥാനത്ത് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ്. ഏതായാലും 11 മണിക്ക് ഓൺലൈനായിട്ടാണ് ഉന്നതതല യോഗം ചേരുന്നത്. റോഷിപാൽ, കനത്ത ചൂടാണ്. അതിപ്പോൾ അസഹനീയമായിട്ടുള്ള രീതിയിലാണ് ഇതിപ്പോൾ ചൂട് എന്നുള്ളതാണ്. ഇപ്പോൾ അടിയന്തര നടപടികൾ എങ്ങനെയൊക്കെ എന്നുള്ളത്, മുൻകരുതലുകൾ എങ്ങനെയൊക്കെയാണെന്ന് സ്വീകരിക്കേണ്ടതെന്നും ദിനംപ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ സ്വീകരിക്കണം, അതിനുവേണ്ട ജാഗ്രത എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ ഉഷ്ണതരംഗം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് കൂടുതൽ ആശങ്കയേറ്റുന്ന കാര്യമാണല്ലേ? ശ്രുതി, അങ്ങനെയാണ്. കാരണം ഈ വേനൽക്കാലത്ത് പൊതുവെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകാറുണ്ട്. ആ മുന്നറിയിപ്പിനൊപ്പം ഈ തവണ ചൂട് അതികഠിനമായതുകൊണ്ട് തന്നെ ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ പലയിടങ്ങളിലും തൊഴിൽ വകുപ്പിന്റെ പരിശോധന അടക്കം നടക്കുന്നുണ്ടായിരുന്നു. കാരണം പകൽ സമയം സാധാരണ എല്ലാ വേനൽക്കാലത്തും 11 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് ഈ നേരിട്ട് സൂര്യതാപമേൽക്കുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നതാണ്. അത് കുറെ വർഷങ്ങളായി സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പ് ഉത്തരവിറക്കുന്നുണ്ട്. പക്ഷേ ഈ തവണ അങ്ങനെയല്ല. ഈ തവണ വളരെ കഠിനമായ ചൂട്, ഈ ചൂട് കാരണം സൂര്യതാപമേറ്റ് അപകടവും മരണവും സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. കാരണം ഇനിയും കുറച്ച് ദിവസം കൂടി ഈ ചൂടും സൂര്യതാപവും ഉഷ്ണതരംഗവും ഒക്കെ ഉണ്ടാകും എന്ന ആശങ്കയുണ്ട്. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഒപ്പം മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു അടിയന്തര യോഗം ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അതികഠിനമായ ചൂടാണ്. ഈ ചൂടിനെ ഏത് തരത്തിൽ നേരിടാൻ കഴിയും? നിരവധി ആളുകൾക്ക്, കുട്ടികൾക്കും പ്രായമായവർക്കും അടക്കം ഈ സൂര്യാതപമേൽക്കുന്ന ഒരു സാഹചര്യം, പൊള്ളലേൽക്കുന്ന സാഹചര്യം, മരണം പോലും സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനൊരു പ്രതിരോധ പ്രവർത്തനം ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഓൺലൈനായി ചേർന്നത്.